Next question. The perimeter of a rectangle is 26 centimeter and its area is 40 square centimeters. അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 26 സെൻറ്റിമീറ്ററും ഏരിയ അതിൻ്റെ പരപ്പളവ് 40 സ്ക്വയർ സെൻറ്റിമീറ്ററുമാണ് എങ്കിൽ വാട്ട് ഈസ് ലെങ്ത് പ്ലസ് വിഡ്ത്ത്, ലെങ്ത്തും വിഡ്ത്തും പ്ലസ് ചെയ്യുമ്പോഴുള്ള ആൻസർ എന്താണ്? Then B question, taking the breadth of the rectangle as x, write a length in terms of x. അപ്പോൾ നമ്മൾ ബ്രെഡ്ത്ത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ലെങ്ത്ത് എത്ര ആയിരിക്കും? അതുപോലെ സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ. പിന്നെ ലെങ്ത്ത് എത്രയാണ് ബ്രെഡ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. പെരിമീറ്റർ 26 സെൻറ്റിമീറ്റർ ആണ്. പെരിമീറ്റർ 26 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റെക്റ്റാങ്കിളിൻ്റെ എന്താണ്? 2 × L + B = 26. അപ്പോൾ L + B = 26 ഡിവൈഡഡ് ബൈ 2 = 13 സെൻറ്റിമീറ്റർ. അപ്പോൾ L + B = 13 സെൻറ്റിമീറ്റർ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ചോദ്യം ഇതായിരുന്നു, വാട്ട് ഈസ് ദ ലെങ്ത് പ്ലസ് വിഡ്ത്ത്. അപ്പോൾ ലെങ്ത് പ്ലസ് വിഡ്ത്ത് = 13 സെൻറ്റിമീറ്റർ. ഇതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ബി ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ബി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ലെങ്ത്ത് എന്തായിരിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ബ്രെഡ്ത്ത് ബി = വിഡ്ത്ത് എന്ന് പറഞ്ഞാലും ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും വീതി തന്നെയാണ് കേട്ടോ. അപ്പോൾ ബി = സെയിം തന്നെയാണ്. ബി = എക്സ്. അപ്പോൾ L + B 13 ആണ്. അതിൽ B = എക്സ് ആണെങ്കിൽ L = 13 - x. ഓക്കെ. ദെൻ സി ക്വസ്റ്റ്യൻ പറഞ്ഞത് ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ പെരിമീറ്റർ 26 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഇറ്റ്സ് ഏരിയ ഈസ് 40 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പം നമ്മളിവിടെ L എന്നെടുത്തിരിക്കുന്നത്, B എടുത്തിരിക്കുന്നത് എക്സ് ആണ്, L എടുത്തിരിക്കുന്നത് 13 - x ആണ്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ, പരപ്പളവ് എന്ന് പറഞ്ഞാൽ L × B ആണ്. ഇവിടെ L × B = നമുക്ക് തന്നിരിക്കുന്നത്, ഇപ്പോൾ ഏരിയ = 40 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, 40 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ബി എക്സ് ആണ്, L 13 - x ആണ്. അപ്പോൾ L × B എന്ന് പറയുമ്പോൾ 13 - x × B x = 40. അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റു ചെയ്യും. 13 × x 13x മൈനസ് x × x = 40. അപ്പം നെക്സ്റ്റിൽ 13x - x². ഈ പോസിറ്റീവ് 40 ഇങ്ങോട്ട് വരുമ്പോൾ -40 = 0. ഓർഡറിൽ എഴുതണം, കാരണം ഇതിപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. സെക്കൻഡ് ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അത് ഓർഡറിലേക്ക് എഴുതണം. അപ്പോൾ -x² + 13x - 40 = 0. അപ്പോൾ ഒരിക്കലും x² അവിടെ നമുക്ക് നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ സൈൻ മാറ്റി കൊടുക്കണം. എല്ലാത്തിൻ്റെ ഒരെണ്ണത്തിൻ്റെ ആയിട്ട് മാറ്റാൻ പാടില്ല, എല്ലാത്തിൻ്റെയും ചിഹ്നം മാറ്റി കൊടുക്കണം. അപ്പോൾ പോസിറ്റീവ് x² - 13x + 40 = 0. ഇതിപ്പോൾ ഏത് ഇക്വേഷനിലേക്കാണ് പോണത് അറിയാലോ അല്ലേ? -b ± √b² -4ac /2a. അപ്പോൾ നമുക്കിവിടെ ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിച്ചെഴുതാം. a =
എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു -13, എക്സിൻ്റെ വാല്യൂ ആണ് -13, സി ഈസ് ഈക്വൽ ടു +40. നമ്മൾ ഈക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. ഈ ഇക്വേഷനിൽ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് ബി -13 ± √b² -4 ഇൻറ്റു എ എന്ന് വെച്ചാൽ 1 ഇൻറ്റു സി എന്ന് വെച്ചാൽ 40, +40 ഹോൾ ബൈ 2a, 2 ഇൻറ്റു എ 1. ഇവിടെ 2 നെഗറ്റീവ് വരുമ്പോൾ ഉത്തരം പോസിറ്റീവായിട്ട് പോകും. ± നെഗറ്റീവിൻ്റെ സ്ക്വയർ നെഗറ്റീവിൻ്റെ സ്ക്വയർ പോസിറ്റീവ്, 13ൻ്റെ സ്ക്വയർ 169, 169, പോസിറ്റീവ് 169 മൈനസ് 4 ഇൻറ്റു 40 160 ഡിവൈഡഡ് ബൈ 2, 13 ± മൈനസ് ആണ് ചെയ്യുന്നത്. പോസിറ്റീവ് 169 നെഗറ്റീവ് 160 ആകുമ്പോൾ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നമാണ് എഴുതേണ്ടത്. അപ്പോൾ കുറയ്ക്കുമ്പോൾ 9 ഓൾ ബൈ 2. അപ്പോൾ = 13 ± √9ൻ്റെ വാല്യൂ 3/2. 13 + 3/2 കണ്ടുപിടിക്കണം. അതുകൂടാണ്ട് 13 - 3/2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ വരുമ്പോൾ 16/2 = 8. ഇവിടെ വരുമ്പോൾ 10/2 = 5. അപ്പം നമ്മുടെ L = 10, B = 5. ഈ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, പ്ലീസ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താലാണ് എനിക്ക് നിലനിൽപ്പുള്ളൂ, അറിയാലോ. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഇത് ഷെയർ ചെയ്യണം. അവരുടെ അടുത്തും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഓക്കെ, ശരി, സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം നെക്സ്റ്റ് പ്രോബ്ലത്തിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. കണ്ട, ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. PQR ഒരു ട്രയാങ്കിൾ, അതിൽ കുറച്ച് അളവുകൾ. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രയാങ്കിൾ PQR, ആംഗിൾ Q = 90 degree, ആംഗിൾ P = 15 degree, ആംഗിൾ PSR = 150 degree, PS = 8 centimeter. A question, what is angle PRS? B question, what is the length of SR? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ആംഗിൾ PRS എത്രയാണെന്നാണ്. പിന്നെ അടുത്ത B ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് SRൻ്റെ നീളം എന്താണ്. C ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫൈൻഡ് QSR. ഫൈൻഡ് QSR, ആംഗിൾ QSR. ഫൈൻഡ് ആംഗിൾ QSR. ആംഗിൾ QSR എത്രയാണ്. D ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദി ലെങ്ത് ഓഫ് QS ആൻഡ് QR. QSൻ്റെ നീളവും പിന്നെ QR-ൻ്റെ നീളം എത്ര വിധമാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പിന്നെ നോക്കാം. ഇതൊന്നും നമുക്കിതൊന്നും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതൊന്ന് റഫ് ഫിഗർ നിങ്ങളുടെ ബുക്കിൽ വരച്ചെടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യണേ. വാട്ട് ഈസ് ആംഗിൾ PRS? ആംഗിൾ PRS അപ്പോൾ ഈ നടുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആംഗിൾ ക്വസ്റ്റ്യൻ ആംഗിൾ PRS എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ നടുക്കുള്ള ആംഗിളാട്ടാ PRS, നമ്മൾ നടുക്കുള്ള ആംഗിളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ PRS
ആർ എസ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ 150 തന്നിട്ടുണ്ട്, ഇവിടെ 15 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ഇതൊരു ട്രയാങ്കിൾ അല്ലേ, അതായത് ആംഗിൾ പി ആർ എസ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നമുക്കറിയാം ടോട്ടൽ ആംഗിൾ 180 ആണെന്നറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം 150 ഒരെണ്ണം 15 ആണെങ്കിൽ അടുത്തത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 180 മൈനസ് 150 പ്ലസ് 15 കണ്ടോ, ഈസ് ഈക്വൽ ടു 180 മൈനസ് 165 ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി തന്നെയാണ് നമുക്ക് കിട്ടണത്. കണ്ടോ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഉത്തരം 15 ഡിഗ്രി. ദെൻ നമ്മളോട് ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എസ് ആർ. നമ്മുടെ എസ് ആറിൻ്റെ ലെങ്ത്ത്, എസ് ആർ എന്ന് പറയുന്നത് ഇതാണത്, എസ് ആറിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസി ആട്ടോ. നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ നിയമം പഠിച്ചിട്ടുണ്ട്. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സും ഈക്വൽ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തുല്യ ഓപ്പോസിറ്റ് വശങ്ങൾക്ക്, എതിർ വശങ്ങൾക്ക് എതിരെ തുല്യ ആംഗിളാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ ആ വശങ്ങളിലെ നീളങ്ങളും ഈക്വൽ ആയിരിക്കും. അങ്ങനൊരു നിയമം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ നിയമം പ്രകാരം നോക്കുമ്പോൾ ഇവിടെ 15 ഡിഗ്രിക്ക് എതിരെയാണ് ഇവിടെ 8 സെൻറ്റിമീറ്റർ കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 15 ഡിഗ്രിക്ക് എതിരെയുള്ള നീളം എത്ര തന്നെയായിരിക്കും? 8 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. കണ്ടല്ലോ, അപ്പോൾ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളുടെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞൊരു നിയമം നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ നിയമപ്രകാരമാണ് ഇവിടെ നമ്മൾ ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമ്മൾ 8 സെൻറ്റിമീറ്റർ എന്ന് എഴുതുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം. സി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫൈൻഡ് ആംഗിൾ ക്യു എസ് ആർ. അപ്പോൾ ആംഗിൾ ക്യു എസ് ആർ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നടുക്കുള്ളത് അതാണ് എസ്, അതാണ് ഈ ആംഗിൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യു എസ് ആർ ഇവിടെ ഈ ആംഗിൾ എത്രയാണെന്നാണ് നമുക്കറിയാം. ഈ ഒരു റാ ഷേപ്പിൽ വരുമ്പോൾ എത്ര നമ്മുടെ കയ്യിലേക്കുള്ള പ്രൊട്രാക്ടർ, അതുപോലെ മട്ടകോൺ, അതിലൊക്കെ ഈ പ്രൊട്രാക്ടറിലും അതുപോലെ മട്ടകോണിലൊക്കെ നമുക്കറിയാം എത്ര ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണുള്ളത്. ഇനി അതുപോലെ തന്നെ അതല്ലാതെ നോക്കുകയാണെങ്കിലും ഇത് തമ്മിൽ നമ്മുടെ ലീനിയർ പെയേഴ്സാണ്, ആംഗിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ സമ്മം വരുന്നത് 180 തന്നെയാണ്. അപ്പോൾ ഇത് 150 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി വരും? 30 ഡിഗ്രി അല്ലേ. 180ന്ന് നമ്മൾ 150 മൈനസ് ചെയ്യുമ്പോൾ 30 ഡിഗ്രി വരുന്നു. അപ്പോൾ ആംഗിൾ ക്യു എസ് ആർ എത്രയാണ്? 30 ഡിഗ്രി. ഓക്കെ, ദെൻ നമ്മൾ ഡി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഡി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ക്യു എസ് ആൻഡ് ക്യു ആർ. ക്യു എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ക്യു എസ്. നെക്സ്റ്റ് ക്യു ആർ എന്ന് പറഞ്ഞാൽ ഇതാണ് നീളം. അപ്പോൾ ക്യു ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്, ക്യു എസ് ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 90 ഡിഗ്രിയാണ്. ഇത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. അപ്പോൾ ഇത് 90 ഇത് 30 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 90 ഡിഗ്രിക്ക് എതിരെയാണ് നമുക്കിവിടെ 80 സെൻറ്റിമീറ്റർ കിട്ടിയേക്കുന്നത്. അപ്പോൾ 30 ഡിഗ്രിക്ക് എതിരെ എത്രയായിരിക്കും? ഈ 8 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 60 ഡിഗ്രിക്ക് എതിരെ എത്രയായിരിക്കും? 4 ഇൻറ്റു √3 ഈക്വൽ ടു 4√3. അപ്പോൾ നമ്മുടെ ഡി ക്വസ്റ്റ്യൻ്റെ അത് ഈ പറയാനുള്ള ഒരു നിയമം എന്ന് പറയുന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് 1:√3:2 എന്നുള്ള റേഷ്യോയിലാണ് വരുന്നത്. ആ അളവ് പ്രകാരം ആണ് വരുന്നത് ക്യു ആർ ഈസ് ഈക്വൽ ടു
4 centimeter. QS is equal to 4√3 centimeter. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എ ബോയ് സ്റ്റാൻഡിങ് ദ എഡ്ജ് ഓഫ് എ റിവർ സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ ഓൺ ദി അതർ എഡ്ജ് അറ്റ് ആൻ എലവേഷൻ ഓഫ് 60 ഡിഗ്രി. അതായത് ഒരു കുട്ടി ഒരു നദിയുടെ എഡ്ജ് എന്ന് വെച്ചാൽ ഒരു നദിയുടെ ഒരു സൈഡിൽ, ഒരു നദിക്കരയിൽ എന്ന് വേണമെങ്കിൽ പറയാം, നദിക്കരയിൽ നിന്നിട്ട് സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ ഓൺ ദ അതർ എഡ്ജ്, മറ്റേ അറ്റത്തുള്ള പിന്നെ നദിയുടെ മറ്റേ സൈഡിലുള്ള മരത്തിൻ്റെ മുകൾ ഭാഗം, മുകൾ ഭാഗം 60 ഡിഗ്രി എലവേഷനിൽ 60 ഡിഗ്രി മേൽക്കോണിൽ നോക്കിക്കാണുന്നു. അതിനുശേഷം സ്റ്റെപ്പിംഗ് 10 മീറ്റേഴ്സ് ബാക്ക്, കുട്ടി പിന്നീട് ഒരു 10 മീറ്റർ കൂടി പിന്നിലോട്ടേക്ക് നീങ്ങി നിന്നിട്ട് അതേ മരം തന്നെ ഹി സീസ് ഇറ്റ് അറ്റ് ആൻ എലവേഷൻ ഓഫ് 30 ഡിഗ്രി, അതേ മരത്തിൻ്റെ മുകളറ്റം 10 മീറ്റർ ബാക്കോട്ട് ഇറങ്ങി നിന്നിട്ട് വീണ്ടും ആ കുട്ടി നോക്കുന്നത് 30 ഡിഗ്രി എലവേഷനിലാണ്, 30 ഡിഗ്രി മേൽക്കോണിലാണ്. അപ്പോൾ എ ക്വസ്റ്റ്യൻ ഡ്രോ റഫ് ഫിഗർ വരയ്ക്കണം ബേസ്ഡ് ഓൺ ദ ഗിവൺ ഡീറ്റെയിൽസ്. നമുക്ക് തന്നിരിക്കുന്ന അളവെല്ലാം വെച്ചിട്ടൊരു റഫ് ഫിഗർ വരയ്ക്കണം. അതിനൊരു പ്രത്യേക മാർക്കുണ്ട്. ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ, നദിയുടെ വീതി, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, നദിയുടെ വീതി കണ്ടുപിടിക്കുക. സി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദ ട്രീ, മരത്തിൻ്റെ ഉയരം എന്ത്, ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു റഫ് ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഒരു മരം വരയ്ക്കാം. ഓക്കെ, ശരിയാതെ വരയ്ക്കണം കേട്ടോ. ഒരു മരം വരച്ചു. എന്നിട്ട് ഇവിടെയാണ് ആ കുട്ടി നിൽക്കുന്നത്. ഇപ്പം ഇത് റിവറായിട്ട് നദിയായിട്ട് എടുക്കുക. ഇവിടെയാണ് ആ കുട്ടി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിവറും ഇതും കൂടി ഒന്ന് ജസ്റ്റ് കുട്ടി വരയ്ക്കാം. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഈ കുട്ടി ഇവിടേക്ക് ഈ മരത്തിൻ്റെ മുകളറ്റത്തേക്കാണ് കുട്ടി നോക്കുന്നത്. എത്ര ഡിഗ്രി എലവേഷനാണ് പറഞ്ഞത്? 60 ഡിഗ്രി എലവേഷനിൽ കുട്ടി നോക്കി. ശേഷം കുട്ടി കുറച്ച് ബാക്കോട്ട്, ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കരുത്. ഇങ്ങോട്ട് വരച്ചാൽ കുട്ടി നദിയിൽ വീഴും കേട്ടോ. അങ്ങോട്ട് വരയ്ക്കരുത്, ഇങ്ങോട്ട് കുറച്ച് കുട്ടി ഇങ്ങോട്ട്. എത്ര മീറ്ററാണ് കുട്ടി നീങ്ങുന്നതെന്ന് പറഞ്ഞേ? ദേ 10 മീറ്റർ. അപ്പം 10 മീറ്റർ ഈ കുട്ടി ഇങ്ങോട്ട് ബാക്കോട്ട് ഇറങ്ങി നിന്നു. വീണ്ടും കുട്ടി മരത്തിൻ്റെ മുകളറ്റത്തേക്ക് തന്നെയാണ് നോക്കുന്നത്. നേരത്തെ നോക്കിയത് അത്ര ശരിയായിട്ട് തോന്നിയില്ല. വീണ്ടും ഒന്നും കൂടി ആ കുട്ടി ഒന്ന് നോക്കുകയാണ് കേട്ടോ. ദെൻ എത്ര ഡിഗ്രി മേൽക്കോണിലാണ്, എലവേഷനിലാണ് കുട്ടി നോക്കി കണ്ടത്? 30 ഡിഗ്രി എലവേഷനിൽ കണ്ടോ. അപ്പോൾ 10 മീറ്ററോടെ 60 ഡിഗ്രി. ദെൻ ഇനി നമ്മൾ റഫ് ഫിഗർ വരച്ചു. നമ്മളൊരു പേരിട്ട് കൊടുത്തേക്കണം, ABCD. ഇപ്പോൾ PQRS എന്നോ XYZ എങ്ങനെയുള്ള കൊടുക്കാം, പക്ഷെ നമ്മളൊരു ഓർഡറിൽ കൊടുക്കണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മളൊന്ന് വരച്ചു വയ്ക്കണം. അപ്പം നമുക്ക് മനസ്സിലായി CD ആണ് ഹൈറ്റ് ഓഫ് ദ ട്രീ, മരത്തിൻ്റെ ഉയരം CD. ദെൻ റിവർ എന്ന് പറയുന്നത് ഈ BC ആണ്. അപ്പോൾ BC is equal to width of the റിവർ, നദിയുടെ വീതി. ഇതൊക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കിട്ടി. പിന്നെ ഇനി B എന്ന് പറയുന്നത് കുട്ടി ആദ്യം നിന്ന സ്ഥലമല്ലേ അല്ലേ? അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ഓഫ് ബോയ്. ദെൻ A എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷൻ
ഓഫ് ബോയ്. അപ്പോൾ സി ഡി മരത്തിൻ്റെ ഉയരം, ബി സി നദിയുടെ വീതി, ബി എന്ന് പറയുന്നത് കുട്ടി ആദ്യം നിന്ന സ്ഥാനം, എ എന്ന് പറയുന്നത് കുട്ടി രണ്ടാമത് നിന്ന സ്ഥാനം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് നോക്കിയാലൊരു കാര്യം മനസ്സിലാക്കാം. ഇത് 30 ഡിഗ്രി ആണ്, മനസ്സിലായി. ദെൻ ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനൊരു ആ ഷേപ്പിലോട്ടേക്ക് വരുമ്പോൾ ലീനിയർ പെയറായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഇവിടെ ഇത് 60 ഡിഗ്രി രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം, 180. അപ്പോൾ ഇത് 60 ആണെങ്കിൽ അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി. ഇത് 30, ഇത് 120. അപ്പോൾ ഈ ഒരു ട്രയാങ്കിള് നോക്കൂ, അതിൽ 180 അല്ല ടോട്ടൽ വരേണ്ടത്. ഇത് 30 ആണ്, ഇത് 120 ആണ്. 120 ആണെങ്കിൽ ഇത് എത്ര തന്നെ വരും? 30 തന്നെ വരും. രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 180 മൈനസ് ചെയ്യുമ്പോൾ 30 ഡിഗ്രി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈക്വൽ ഈക്വൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും. തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളുടെ നീളങ്ങളും തുല്യമായിരിക്കും. അങ്ങനെ വരുമ്പോൾ 30യുടെ ഓപ്പോസിറ്റ് ഈ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ 30യുടെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ തന്നെ. ഓക്കെ, ദെൻ ഈ ഒരു ട്രയാങ്കിളിലേക്ക് പോവാം. ഈ ഒരു ട്രയാങ്കിളിലേക്ക് പോകുമ്പോൾ ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 90, 60. അപ്പോൾ ഇവിടെ എത്ര? 30 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 90ക്ക് ഓപ്പോസിറ്റ് 10 സെൻറ്റിമീറ്റർ അല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 30ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? ഈ 10 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ്, പകുതി. അപ്പോൾ ഈ 60യുടെ ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് നീളം എത്രയായിരിക്കും? 5 ഇൻറ്റു √3. അപ്പോൾ 5 ഇൻറ്റു √3, 5 √3. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ അവർ ചോദിച്ചത് എ ക്വസ്റ്റ്യനാണിത്, റഫ് ഫിഗർ. പിന്നെ ബി ക്വസ്റ്റ്യൻ അവർ ചോദിച്ചത് വിഡ്ത്ത് ഓഫ് ദ റിവർ, നദിയുടെ വീതി എത്ര സെൻറ്റിമീറ്റർ? അപ്പോൾ ഇത് കിട്ടിയേക്കണ നദിയുടെ വീതി ബി സി 5 സെൻറ്റിമീറ്റർ അല്ലേ? ഇനി സി ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീയുടെ ഹൈറ്റ് നമുക്ക് എത്ര കിട്ടി? 5 √3 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എ ടോയ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹെമിസ്ഫിയർ അറ്റാച്ച്ഡ് ടു ദ ബേസ് ഓഫ് എ കോൺ. അപ്പോൾ അവിടെ ഫിഗർ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് കേട്ടോ. അതായത് എ ടോയ്, ഇത് ഒരു കളിപ്പാട്ടാണ്, ഒരു ടോയ് ആണ്. അത് എൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെമിസ്ഫിയറിൻ്റെ മുകളിലായിട്ട് ഒരു അർദ്ധഗോളത്തിൻ്റെ മുകളിലായിട്ട് ഒരു കോൺ, ഒരു വൃത്തസ്തൂപിക ഘടിപ്പിച്ച രീതിയിലാണ് നമ്മുടെ ഈ ടോയ് ഇരിക്കുന്നത്, കളിപ്പാട്ടം. കോമൺ റേഡിയസ്, അതായത് നമ്മുടെ ഹെമിസ്ഫിയറിനും അർദ്ധഗോളത്തിനും നമ്മുടെ വൃത്തസ്തൂപിക്കും കോണിനും കോമൺ ആയിട്ടുള്ള റേഡിയസ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. ടോട്ടൽ ഹൈറ്റ്, ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ടോയുടെ 23 സെൻറ്റിമീറ്റർ ആണ് കേട്ടല്ലോ. അപ്പോൾ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ, കോണിൻ്റെ മാത്രം ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫൈൻഡ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോണിൻ്റെ ചെരിവുയരം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സി ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ സർഫേസ് ഏരിയ ഓഫ് ദ ടോയ്, ഈ ടോയുടെ ടോട്ടൽ സർഫേസ് ഏരിയ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ്. കോമൺ റേഡിയസ് 8 സെൻറ്റിമീറ്റർ, കോമൺ റേഡിയസ് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് ആണ് കോമൺ റേഡിയസ് വരിക. ഇത് 8 സെൻറ്റിമീറ്റർ, കോമൺ റേഡിയസ് 8 സെൻറ്റിമീറ്റർ. പിന്നെ തന്നിരിക്കുന്നത് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ടോയ്, അതായത് ഇവിടെ നിന്ന് തൊട്ട് ഏകദേശം ഇവിടെ വരെയാണല്ലോ നമ്മുടെ ടോയുടെ ടോട്ടൽ ഹൈറ്റ് വരിക. അത് 23 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് ഇവിടം വരെ ഇത് ഹെമിസ്ഫിയറിൻ്റെ എന്നുവെച്ചാൽ അർദ്ധഗോളത്തിൻ്റെ റേഡിയസ് അല്ലേ? അപ്പോൾ റേഡിയസ് 8 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ 8. അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടം വരെ ടോട്ടൽ ഈ ടോയുടെ നീളമാണ് 23. അപ്പോൾ റേഡിയസ്, കോമൺ റേഡിയസ് 8 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോണിൻ്റെ വൃത്തസ്തൂപിയുടെ റേഡിയസ് ആണെങ്കിൽ 8 സെൻറ്റിമീറ്റർ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഹെമിസ്ഫിയറിൻ്റെ അർദ്ധഗോളത്തിൻ്റെ റേഡിയസും 8 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടം വരെ 8 സെൻറ്റിമീറ്റർ ആണ് നീളം. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടം വരെ 23. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടം വരെ ഇതിൻ്റെ ഹൈറ്റ്, നമ്മുടെ കോണിൻ്റെ മാത്രം ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കതിവിടെ എഴുതാം. എ ക്വസ്റ്റ്യൻ, height of the cone is equal to 23. ടോട്ടൽ ഹൈറ്റിൽ നിന്ന് 8 സെൻറ്റിമീറ്റർ. ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് അഥവാ ഹെമിസ്ഫിയറിൻ്റെ ഹൈറ്റ് നമുക്ക് കുറയ്ക്കാം. 15. അപ്പോൾ 15 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ദ കോൺ. കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. ദെൻ ബി ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദി സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. അപ്പം നോക്കാം, നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് ഇവിടെ നോക്കി, ഇവിടെ വരെ എത്ര, ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ എത്രയാണ്. അത് നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് ഈ ഒരു ഷേപ്പ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവിടേക്ക് ഒന്ന് എടുത്ത് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അതെ, ഈ ഒരു ഷേപ്പാണ് അവിടെ കാണുന്നത്. അപ്പം ഇവിടെ ഇത് നോക്കൂ, ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണല്ലേ ഇതിൻ്റെ, 8 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ ഹൈറ്റോടെ എത്ര, നമ്മൾ 15 അല്ലേ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് കോണിൻ്റെ മാത്രം ഹൈറ്റ്. അപ്പം 15. അപ്പം കോണിൻ്റെ മാത്രം ഹൈറ്റ് 15. അപ്പം നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കോണിൻ്റെ. അതായത് കോണിൻ്റെ ഈ സ്ലാൻഡ് ഹൈറ്റ്, അതായത് ഇതാണ്. നിങ്ങൾക്കത് വലുതാക്കിയിട്ട് കുറച്ച് മനസ്സിലാവേണ്ടി അതിനടുത്ത് വരച്ചതാട്ടോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് കണ്ടുപിടിക്കാനായിട്ട് സ്ലാൻഡ് ഹൈറ്റ് L ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അല്ലേ, ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുമ്പോൾ അത് r² പ്ലസ് h². അപ്പോൾ L ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് r എത്രയാ 8² പ്ലസ് h 15² ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8ൻ്റെ സ്ക്വയർ 64 പ്ലസ് 15ൻ്റെ സ്ക്വയർ എത്രയാ 225. നിങ്ങൾ എന്ത് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഈസ് ഈക്വൽ ടു 289 റൂട്ട് കിട്ടുന്നത്. 289ൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ റൂട്ടൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മാർഗം ഞാൻ ഇതിന് മുൻപ് പിന്നെ എൻ്റെ കുറേ ഷോർട്സ് ആയിട്ട് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളതൊന്ന് പോയി കണ്ടു നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റൂട്ട് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം ഇപ്പം ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ ഞാനവിടെ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി കാണണം കേട്ടോ. 289 റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എപ്പോഴും ഇവിടുന്ന് 2 എണ്ണം ഏറ്റ് ഇങ്ങനെ നീട്ടി വരയ്ക്കുക. എന്നിട്ട് ഈ 2 2ൻ്റെ ഉള്ളിൽ പെർഫെക്റ്റ് സ്ക്വയർ 1 അല്ലേ, 1 × 1 1, 2 × 2 വരുമ്പോൾ 4 വരും, പക്ഷെ 2 അല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ 1 എടുത്തു, 1 2 1 89. അങ്ങനെ തന്നെ ഈ ഒരു ബോക്സിലുള്ളത് അങ്ങനെ തന്നെ ഇറക്കിയിടാം. ഇതിവിടെ ഇവിടുത്തെ 1 ഉണ്ടല്ലോ, ഇതിന് ഡബിളാണ് നമ്മളിവിടെ എഴുതുക. അപ്പോൾ 1 × ഡബിള് 1 × 2 2. നമ്മളിവിടെ 2ൻ്റെ അടുത്ത് ഏത് സംഖ്യയാണോ നമ്മളിവിടെ ഇടുന്നത് അതേ സംഖ്യ കൊണ്ട് തന്നെ നമ്മളിവിടെ ഇൻറ്റു ചെയ്യണം. എളുപ്പ വഴിയാണ് കേട്ടോ. അപ്പോൾ 7 × 7 49. ഞാൻ ഇവിടെ 7 ഇടാൻ കാരണം ഇവിടെ 9 അല്ലേ. അപ്പോൾ ഇവിടെ 9 വരണമെങ്കിൽ ഇവിടെ 3 ഇവിടെ 3 ഇട്ടാൽ 9 ആവും. പക്ഷെ ചെറിയ സംഖ്യ കിട്ടുക 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ.
അപ്പോൾ 9 വരും വേണം. എന്നാൽ കുറച്ച് വലിയ സംഖ്യ 189 129 വരും വേണം. അപ്പോൾ അതിനാണ് ഇപ്പോൾ 7 എടുത്തത്. 7 7 49 9 4 7 2 14 4 18 കണ്ട കൃത്യമായിട്ട് വന്നു. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഷോർട്സൊക്കെ നിങ്ങളൊന്ന് നിർബന്ധമായിട്ടും കാണാൻ ഞാൻ പറയും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി ഇതുപോലെ ഞാൻ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒരെണ്ണമൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു മെത്തേഡ് മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ഷോർട്സ് നിങ്ങളൊന്ന് പോയി കാണും കേട്ടോ. ദെൻ അപ്പോൾ ഇവിടെ എൻ്റെ റൂട്ട് എത്രയാണ്? 17. ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ അടുത്ത് ട്യൂഷന് വരുന്ന കുട്ടികളുടെ അടുത്തൊക്കെ ഞാനിത് പറയുമ്പോൾ അത് പ്രൊമോഷനായിട്ടാണ് അവരെന്നെ തമാശയ്ക്ക് പറയണത്. പക്ഷേ പ്രൊമോഷൻ മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിത് പഠിക്കാൻ എളുപ്പത്തിന് കൂടിയിട്ടാണ് ഞാൻ ആ ഷോർട്സ് പോയി കാണുമെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഉത്തരം കിട്ടുന്നത് എത്രയാണ്? 17 കേട്ടോ. അപ്പോൾ ഇവിടെ സ്ലാൻ ഹൈറ്റ് 17 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലിൽ വെച്ചത് L = 17 സെൻറ്റിമീറ്റർ. ഓക്കെ. ദെൻ അടുത്തത് നമ്മളോട് C ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. C ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ സർഫേസ് ഏരിയ ഓഫ് ദ ടോയ്. ഈ ടോയുടെ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ ടോയുടെ ഷേപ്പ് എന്തൊക്കെയാണ്? ഒന്ന് ഹെമിസ്ഫിയറിൻ്റെ ഷേപ്പാണല്ലേ. ഈ ഒരു ഭാഗം വൃത്തസ്തൂപിക അഥവാ കോണിൻ്റെ. അപ്പോൾ ഈ രണ്ടിൻ്റെയും സർഫേസ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ കോണിൻ്റെ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ ഈ ഒരു വശം മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടല്ലോ. അപ്പോൾ കോണിൻ്റെ സർഫേസ് ഏരിയ ഈ ഒരു ഭാഗം മാത്രമേ പെടുള്ളൂ കേട്ടല്ലോ, സർഫേസ് ഏരിയ. പിന്നെ ഇതും. അപ്പോൾ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ കോണിൻ്റെ സർഫേസ് ഏരിയ പ്ലസ് ഹെമിസ്ഫിയറിൻ്റെ. അപ്പോൾ കോണിൻ്റെ സർഫേസ് ഏരിയ ശരിക്കും πRL + πr² ആണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അടിവശം അതായത് ഈ ഒരു വശം മാത്രമാണ് കോണിൻ്റെ πRL വരുന്നത് സർഫേസ് ഏരിയ. ഈ ഒരു ഭാഗം കൂടി വരുമ്പോഴാണ് πr² വരുന്നത്. പക്ഷെ നമുക്ക് πr² എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏത് ഷേപ്പാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഹെമിസ്ഫിയറിൻ്റെ ഷേപ്പാണ്. അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ സർഫേസ് ഏരിയ കൂടി കൂട്ടണം. അപ്പോൾ ഇത് πRL മാത്രം എടുത്താൽ മതി. ബേസ് ഏരിയ, കോണിൻ്റെ ബേസ് ഏരിയ കൂടി കൂട്ടേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് πRL + πr² ആണ് നമ്മുടെ കോണിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ കാണാനുള്ള ഫോർമുല. പിന്നെ πRL + πr² ആണ്. അപ്പോൾ കോണിൻ്റെ മാത്രമായിരുന്നെന്നുണ്ടെങ്കിൽ, കോണിൻ്റെ ഒരു ഷേപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ സർഫേസ് ഏരിയ കാണുമ്പോൾ πRL + πr² എടുക്കും. പക്ഷേ ഇവിടെ നമ്മൾ അതിൻ്റെ അടിയിൽ ഈ ഹെമിസ്ഫിയർ കൂടി വന്നത് കൊണ്ട് പിന്നെ πr² ആ ബേസ് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. πRL മാത്രം എടുത്താൽ മതി. അപ്പോൾ πRL + πr ഈ ഹെമിസ്ഫിയറിൻ്റെ എടുക്കണം. 3πr² ആണ് നമ്മുടെ ഹെമിസ്ഫിയറിൻ്റെ. അപ്പോൾ ഇവിടെ നമ്മൾ πRL മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കോണിൻ്റെ. ഈ വശം മാത്രം ഉള്ളതുകൊണ്ട് കേട്ടല്ലോ. അപ്പോൾ ഇവിടെ ഹെമിസ്ഫിയർ ഉള്ളതുകൊണ്ട് ഹെമിസ്ഫിയറിൻ്റെ സർഫേസ് ഏരിയ എടുത്തു. അതാണ് πRL + πr². അപ്പോൾ π × r എന്ന് വെച്ചാൽ കോമൺ 6 8 പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇൻറ്റു L നമ്മളിപ്പോൾ എത്ര കണ്ടിരിക്കുന്നത്? ഇത് നമ്മുടെ ഇതിൻ്റെയാണ്, കോണിൻ്റെയാണ്, വൃത്തസ്തൂപികയുടെ. അപ്പോൾ L എത്രയാണ്? 17 പ്ലസ് 3π കോമൺ റേഡിയസ് 8 ആണ്. അപ്പോൾ 8² അപ്പോൾ 8 × 17 പ്ലസ് 3π × 8 × 17 പ്ലസ് 3π × 8ൻ്റെ സ്ക്വയർ 64. ഇനി ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യും. അപ്പോൾ 8 × 17 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 136π പ്ലസ് 3 × 64 ഇൻറ്റു ചെയ്യുമ്പോൾ 192π ആണ് കിട്ടുന്നത്. ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 328π ഏരിയ ആണ്
സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ സർഫേസ് ഏരിയ ഓഫ് ദ ടോയുടെ ഫുള്ള് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണത്. ഇൻ ദ ഫിഗർ ABCD ഈസ് എ, കണ്ട ABC ഇതൊരു റെക്റ്റാങ്കിൾ ആട്ടോ. ഇൻ ദ ഫിഗർ ABCD ഈസ് എ റെക്റ്റാങ്കിൾ. ആംഗിൾ BED ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ആംഗിൾ DBE ഇവിടെ 30 ഡിഗ്രി. DE ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. ആംഗിൾ AED കണ്ടുപിടിക്കണം. പിന്നെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BE? BEയുടെ നീളം കണ്ടുപിടിക്കണം. പിന്നെ സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AD? ADയുടെ നീളം കണ്ടുപിടിക്കണം. പിന്നെ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ABCD. ഈ റെക്റ്റാങ്കിൾ ABCDയുടെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ആദ്യം തന്നെ ആംഗിൾ AED ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ, എക്സാമിന് വരുമ്പോൾ നിങ്ങൾ ഈ റഫ് ഫിഗർ എടുത്ത് നിർബന്ധമായിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിലോട്ടേക്ക് വരയ്ക്കണം കേട്ടോ. ദെൻ ആംഗിൾ AED കണ്ടുപിടിക്കാം. AED ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ എഴുതാണ് ആംഗിൾ AED കണ്ടുപിടിക്കണം. അപ്പോൾ ഈ നടുവിലുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടല്ലോ. അപ്പം നടുവിലുള്ളത് ഇവിടെ നോക്കുമ്പോൾ നോക്കൂ, ഇതേ കണ്ട എത്ര ഡിഗ്രിയാണ് നോക്കിയത്. ഇത് വരണത് ആംഗിൾ AED വരണത് ഇങ്ങോട്ട് AED കണ്ട, ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ എത്ര ഡിഗ്രിയാ ഇത് വരണത്? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റ്യനിലൊക്കെ ഇത് 60 ഡിഗ്രി കണ്ട, 60 ഡിഗ്രി വരുന്നു. അപ്പം ആംഗിൾ AED ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BE? BEയുടെ നീളം എന്ത്? BEയുടെ നീളം എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, BEയുടെ നീളം. അപ്പോൾ ഇവിടെ 120 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി വരും? 30 ഡിഗ്രി തന്നെ വരും അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റും എത്ര തന്നെ വരും? 8 സെൻറ്റിമീറ്റർ തന്നെ വരും. ഓക്കെ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BE. അപ്പോൾ ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം എത്ര സെൻറ്റിമീറ്ററാ? 8 സെൻറ്റിമീറ്റർ. ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ദെൻ സി ക്വസ്റ്റ്യൻ്റെ ഉത്തരം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AD? AD എന്ന് പറയുന്നത് ഇതാണ്, ADയുടെ നീളം. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ട്രയാങ്കിളിലേക്ക് വരാം. ADയുടെ നീളം കണ്ടുപിടിക്കാനായിട്ട് AD നീളം ഈ ഒരു ട്രയാങ്കിളിലേക്ക് വരാം. ഈ ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കാട്ടോ, ഇവിടെ 90 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ 60 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി വരും? 30 ഡിഗ്രി വരും അല്ലേ? അപ്പോൾ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അതിൻ്റെ ഹാഫ് അല്ലേ വരാ? അപ്പോൾ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 60 ഡിഗ്രിക്ക് എതിരെ എത്ര വരും? 4 ഇൻറ്റു √3. 4√3. അപ്പോൾ ഇവിടെ സി ക്വസ്റ്റ്യനിൽ ADയുടെ നീളം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മളത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, അതായത് 1:3:2 നമ്മളത് കണ്ടുപിടിച്ചത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ADയുടെ നീളം എന്ന് പറയുന്നത് 4√3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. ദെൻ നമ്മൾ അപ്പോൾ A കഴിഞ്ഞു, B കഴിഞ്ഞു, C കഴിഞ്ഞു, D ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ABCDയുടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? അപ്പോൾ അതൊന്ന് എഴുതി വയ്ക്കാം നമുക്ക് കേട്ടോ, L ഇൻറ്റു B. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ഈ ഏരിയയുടെ നീളം എത്രയാണ്? 4√3. അപ്പോൾ BC ഇത് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് BCയുടെ നീളവും 4√3 തന്നെ ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് AB ഫുൾ എത്രയായിരിക്കും? 12 അല്ലേ? 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതും 12 സെൻറ്റിമീറ്റർ തന്നെയല്ലേ? അപ്പോൾ ലെങ്ത്ത് 12 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 4√3
3. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് 12 ഇൻറ്റു ബി എത്ര 4√3 ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 4 48 √3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഉത്തരം. ഓക്കെ, വീണ്ടും ഞാൻ പറയാണ്, പ്ലീസ് നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല അവിടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇനി ഇതിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.